ഹരിയോ എല്ലാവർക്കും നമസ്കാരം. സഹ നൗ ഭുനക്തു, ഞങ്ങൾ ഒരുമിച്ച് അനുഭവിക്കും. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ, ഓരോ ആളുകളുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നതാ. ഇതാണത്. അപ്പൊ ഇതൊക്കെ ഒരു ശാന്തി മന്ത്രമായി, പ്രാർത്ഥനയായിട്ട് പൂർവികര് നമുക്ക് തന്നിട്ടുണ്ട്. അതിങ്ങനെ കൈമാറ്റം ചെയ്തു പോന്നിട്ടുണ്ട്. ആ ശേഷിപ്പുകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ അത് ഉള്ളിൽ ഉള്ളിലിരിക്കുമ്പോഴാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അത് പ്രകടമാവുക. മറിച്ച് കേനോപനിഷത്തില് നമ്മൾ കണ്ടു. എന്താ കണ്ടത്? ദേവന്മാര് ബ്രഹ്മത്തിന്റെ അനുഗ്രഹം കൊണ്ട് വിജയം വരിച്ചു. അപ്പൊ ദേവന്മാർ എന്ത് കരുതി? അസ്മാകം വിജയം മഹിമേതി, അസ്മാകം വിജയം. ഇത് ഞങ്ങളുടെ വിജയമാണ്, എൻ്റെ വിജയം, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിജയമാണ്. ഇത് ഞങ്ങൾ ആഘോഷിക്കുന്നു പറയാ. ഇത് അവര് അമഹി എന്താന്നാ പറഞ്ഞത്, അവരെ അഹങ്കരിച്ചു. അപ്പൊ എൻ്റെ വിജയമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ അനുഭവം, എനിക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ എന്തെന്ത് അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴും മറ്റുള്ളതിനെയൊക്കെ വിസ്മരിക്കുക എന്നുള്ളത് ഒരു ശരിയായിട്ടുള്ളതല്ല. ഇവിടെ പറയുന്നത് സഹനൗ ഭുനക്തു, നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ സാധിക്കട്ടെ. ഏത് അനുഭവങ്ങളും, അത് നിങ്ങൾ വിനോദത്തിന് വേണ്ടി ഒരു TV-യിൽ പ്രോഗ്രാം കാണുകയാണെങ്കിലും ഒരു സിനിമ കാണുകയാണെങ്കിലും ഒക്കെ അതിൻ്റെയൊക്കെ പിറകിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ, കാണുന്ന സമയത്തൊക്കെ എത്ര 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 ബുദ്ധിമുട്ടിയിട്ടാണ്, എത്ര ത്യാഗം സഹിച്ചിട്ടാണ് ഇവരൊക്കെ ഓരോന്നും ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് അത് നമ്മൾക്ക് ഒരു എന്താ പറയാ, വിനോദത്തിനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ ഒക്കെ വകയായിട്ട് നമുക്കത് ഒരു ഹൃദ്യമായിട്ട് തീരുന്നത്. അപ്പൊ അതിന് കാരണം എന്താണ്? ഒരുപാട് പേരുടെ പ്രവർത്തനമുണ്ട്. അതിനെയും കൂടെ സ്മരിക്കുക, അത് അറിയുക, അത് ഉൾക്കൊള്ളുക. ഏത് കാര്യത്തിലും സഹ നൗ ഭുനക്തു. കുട്ടികളോട് നമ്മൾ പലപ്പോഴും ഈ അമ്മമാർക്ക് കൊടുക്കാറുള്ള നിർദ്ദേശവും കുട്ടികളോട് പറയാറുണ്ട്. ഈ സഹനൗ ഭുനക്തുവില് പലപ്പോഴും കുട്ടികൾ ഭക്ഷണം ബാക്കി വെക്കുമ്പോൾ മുഴുവൻ കഴിക്കില്ല, അങ്ങനെ അത് കളയുന്നു. ആ സമയത്ത് ഈ പണ്ട് മുതലേ കേട്ട് വന്നിട്ടുള്ള ഒന്ന്, ഇതൊക്കെ കഴിക്കാനില്ലാതെ എത്ര പേര് ജീവിക്കുന്നുണ്ട് എന്നറിയോ നിനക്കൊക്കെ? പട്ടിണി കിടന്ന് കുപ്പത്തൊട്ടിയിൽ നിന്നൊക്കെ ആളുകൾ ഭക്ഷണം എടുത്ത് കഴിക്കുന്നവരുണ്ട്. നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ ശകാരിക്കുന്നു. നമ്മളെപ്പോഴും പറയാ, വിശപ്പിന്റെ വില അറിയില്ല. ഇത് കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ. ഇതൊന്നും അവരുടെ തലയിൽ കയറില്ല. പലപ്പോഴും ചോദിക്കുക, ഞാൻ അതിനെന്ത് ചെയ്യാനാ? അവരുടെ വിശപ്പ് മാറ്റാൻ ലോകത്ത് എത്ര ആളുകളുണ്ട് അങ്ങനെ. ഇതൊക്കെ സ്വയം പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ സ്വയം മനസ്സിൽ പറയും. അതല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഒരു അരിമണി അത് രൂപപ്പെടുന്നതിന്റെ പിറകിലെ കുറെ പ്രയത്നങ്ങളുണ്ട്. അതില് മനുഷ്യരായിട്ടുള്ള ആളുകളുടെ എഫേർട്ട് വളരെ വലുതാണ്. അവരതിനെ അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാലോ കുട്ടികളോട്. അത് പറയാൻ എങ്ങനെയാണ് നെൽകൃഷി എന്ന്. ഒരു നെൽമണി അത് പാകമായി അരിയായി രൂപാന്തരപ്പെടുന്ന പ്രക്രിയയെ പഠിപ്പിച്ചു കൊടുക്കാം. മില്ലില് എങ്ങനെയാണ് അത് കുത്തി വരുന്നത് എന്ന്. ഒരു അരിമണിയുടെ പിറകിലുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു വന്നതാണ്. നീ ഇതിവിടെ ഇങ്ങനെ കളയുന്ന സമയത്ത് ഇതിനെ മൊത്തം നീ എന്ത് ചെയ്യാണ് മോനെ? അതിനെ നിരാകരിക്കുകയാണ്, നിഷേധിക്കുകയാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയണം. മറ്റത് പട്ടിണി, അത് വേറൊരു വിഷയമാണ്.
ഇപ്പൊ ഇത് നിന്നെ സംബന്ധിക്കുന്നത് ഇതാണ്. ഈ ഒരു സംവിധാനത്തെ നീ ഉൾക്കൊള്ളാതെ നിരാകരിക്കുന്നു. അതിന് കുട്ടികൾക്ക് ആവശ്യമുള്ളതേ കൊടുക്കാവൂ. ഇത് എന്താ പറയാ, കഴുത്തിൽ ഫോണും വെച്ചിട്ട് ഇതിങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. പലപ്പോഴും കുട്ടികളെ കുറ്റം പറയരുത്. ഒരമ്മയ്ക്ക് ഒരു കുട്ടി എത്ര കഴിക്കും അറിയുന്നില്ല എങ്കിൽ അവർക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഏതേത് ഭക്ഷണമാണ് അവന് അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടത്, അവൻ എത്ര കഴിക്കും. ദോശയാണെങ്കിൽ അവൻ എത്ര എണ്ണം കഴിക്കും, ഇഡ്ഡലി ആണെങ്കിൽ അവൻ എത്ര എണ്ണം കഴിക്കും, പുട്ടാണെങ്കിൽ അവൻ എത്ര എണ്ണം കഴിക്കും. കഴിക്കടാ എന്നും പറഞ്ഞ് ഒരു കുറ്റി പുട്ട് കൊടുത്തിട്ട് അവനെ പേടിപ്പിച്ച് ഇരുത്തുന്നതൊന്നും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ സ്വാമി പറഞ്ഞു എന്നും പറഞ്ഞ് ഈ സാരോപദേശം. ഭക്ഷണം വെച്ചു കൊടുക്കുക, ആവശ്യമുള്ളത് എടുത്തോളാൻ പറയാ, എടുത്തത് കഴിക്കണം. അതാണ് ഇവിടുത്തെ നിയമം എന്ന് നിങ്ങൾ പാസ്സാക്കണം. നിയമം രുചിയുണ്ടോ വേണോ എന്നൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. വെറുതെ ഇങ്ങനെ എടുത്ത് വാരി എടുക്കരുത്. ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പോഴെന്താണെന്നറിയോ, പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിപ്പോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമല്ല, ഒരുമിച്ച് എന്നുള്ളത് അതിന്റെ ഒരു തലം വേറെയാണ്. ഒരുമിച്ച് സഹ. അപ്പോ ഒരുമിച്ച് നമുക്ക് അനുഭവിക്കാം എല്ലാ അനുഭവങ്ങളും. ഒരുമിച്ച് നമുക്ക് അനുഭവിക്കാം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്ലാവില് ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് മാത്രമല്ല, അത് കിളികൾക്കും കാക്കകൾക്കും ഒക്കെ ഉള്ളതാണ്. കുറച്ചൊക്കെ അവര് എടുക്കുമ്പോൾ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോ സഹനവും ബുനത്തു ഓർമ്മിച്ചാൽ മതി. നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. ഒന്നോ രണ്ടോ ഒക്കെ അവർക്ക് വിട്ടുകൊടുത്തേക്കുക. ചിലര് മൊത്തത്തിൽ വിട്ടുകൊടുത്തിരിക്കുന്ന, അവർ കഴിക്കട്ടെ. കാരണം എന്താ, അവർ ഭയങ്കര ത്യാഗികളായിട്ട് പറയും. അത് ഞാനിത് എടുക്കാറില്ല, കാരണം ഞാൻ ഇത് കിളികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുക. കാരണം കയറാൻ മൂപ്പർക്ക് വയ്യ. അത് ഇനി ഒരാളെ കയറ്റിയെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പിന്നെ താല്പര്യമില്ല. എന്തായാലും അതുകൊണ്ട് അത് വേസ്റ്റായി എന്ന് ചിന്തിക്കരുത്, അങ്ങനെ തോന്നരുത്. പലപ്പോഴും പലരും അങ്ങനെ പറയും, അത് കാക്ക കൊത്തി വെറുതെ പോണു എന്ന് പറഞ്ഞു. നമ്മുടെ ആളുകൾ പറയാറുള്ളൂ, അവരൊക്കെ തന്നെ വലിയ ഭക്തന്മാരൊക്കെ തന്നെയാണ്. ഈ ഭക്തന്മാരാണ് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. പറയാറുണ്ട്, കാക്ക ആർക്കും വേണ്ടാതെ കാക്കയും പൂച്ചയും അല്ലെങ്കിൽ കാക്ക കൊത്തി തിന്നണം എന്ന്. അപ്പൊ അതെന്ത് കഴിക്കും? അത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനും കൂടെ അവകാശപ്പെട്ടതാണ്. അതിന് ഇഷ്ടമുണ്ടെങ്കിൽ, ഇഷ്ടമുള്ളതാണെങ്കിൽ അതിന് അവകാശപ്പെട്ടതാണ്. അപ്പോ സഹനൗ ഭുനക്തു, ഒരുമിച്ച് അനുഭവിക്കാൻ. സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ, വീര്യത്തോടുകൂടി, ഉണർവോടുകൂടി, ഒരുമിച്ച്. ഒരുമിച്ച് വീര്യത്തോടുകൂടി, നല്ല ഉണർവോടുകൂടി നമുക്ക് കരവാവഹൈ, കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കട്ടെ. ഇതില് നമുക്ക് തോന്നുന്നു മറ്റെല്ലാവരും എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ മനുഷ്യൻ എന്നതിനെ മാറ്റി നിർത്തിയിട്ട് മറ്റോരോ ഘടകങ്ങളെ, ജീവജാലങ്ങൾ മാത്രമല്ല, ഓരോ പ്രവർത്തനങ്ങളുണ്ട് പ്രകൃതിയിലെ, അതെല്ലാം തന്നെ വളരെ എന്താ പറയുക, വീര്യത്തോടു കൂടിയിട്ടാണ്. ഏതെങ്കിലും ഒരു തിരമാല പോലും അലസമായിട്ടുണ്ടോ? എല്ലാം ഇപ്പോ നല്ല വീര്യം കൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ ബംഗാൾ നമ്മുടെ എന്താ പറയാ, അറേബ്യൻ സീയിൽ ലക്ഷദ്വീപ് സമൂഹമൊക്കെ കുറച്ച് എന്താ ഭയാശങ്കയിലാണ് എന്നൊക്കെ ഇന്നലെ വാർത്ത കേട്ടു. അവർ പണിയൊന്നും ഉഷാറാക്കിയിരിക്കുക. അപ്പൊ പ്രകൃതിയിലെ ഓരോ ഘടകങ്ങളും നല്ല ഉണർവോടു കൂടിയാണ്, വീര്യത്തോടു കൂടിയാണ് അത് എന്ത് ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത്. ജീവജാലങ്ങളെ എടുത്തു കഴിഞ്ഞാലും അതിന് ആ വീര്യമുണ്ട്, അതിൻ്റെതായിട്ടുള്ള വീര്യം.
നമ്മൾ ചിലപ്പം ചിലതൊക്കെ ആരോപിക്കും, അതൊന്നും അതിനെ സംബന്ധിക്കുന്നതല്ല. അതൊക്കെ നമ്മൾ ഈ ന്യൂസ് ചാനലിൽ കാണുന്നത് പോലെ നമ്മൾ അതിൽ ആരോപിക്കുന്നതാണ്. കുറുക്കൻ മോശക്കാരനാണ്, ഇന്നാള് നല്ല ആളാണ്. ചിലർക്ക് പശു മാത്രം നല്ലതാ, ബാക്കിയൊക്കെ മോശപ്പെട്ട. അതൊക്കെ അറിവുകേടാണ്. നമ്മൾ പ്രകൃതിയിൽ ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഓരോരോ ദൗത്യങ്ങളും അവരവരുടേതായിട്ടുള്ള ചിലതിനെ എന്താ പറയുക, സൗഹാർദ്ദത്തിലാണ്, ചിലതുമായിട്ട് സൗഹാർദ്ദത്തിന്റെ ഇതിനപ്പുറത്ത് ചിലർക്ക് ഭക്ഷണമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ശത്രുവാണ് എന്നുള്ള അർത്ഥമൊന്നുമില്ല. അപ്പൊ വീര്യത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാൻ, കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കണം. സഹവീര്യം കരവാവഹൈ. കർമ്മങ്ങളിൽ നമുക്കത് ഉണ്ടായിരിക്കണം. ഉത്സാഹം, താല്പര്യം, സന്തോഷം. അതില്ലാത്തതാണെങ്കിൽ, അതില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നന്നാവുക. എന്ത് കാര്യം അതാണ്. ചിലപ്പോൾ ചിലത് ചെയ്യാൻ, ഇപ്പൊ പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ ആണല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഭർത്താക്കന്മാർ ഭാര്യമാരെ വീട്ടിൽ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും സഹായിക്കണം. പലരും പറയുന്നത് എന്താണെന്നറിയോ, ഇവരൊന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഇത് വലിയ കുഴപ്പത്തിലാക്കുകയാണ് നമ്മൾ സഹായിച്ചിട്ട്. ചിലരെ സംബന്ധിച്ച് അവർ വളരെ നന്നായിട്ട് ചെയ്യും. സഹവീര്യം കരവാവഹൈ. നമുക്ക് ഒരുമിച്ച് വീര്യത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യമുണ്ട്. ഇപ്പൊ പാചകം ചെയ്യാൻ അറിയാത്തവർക്ക് വീട് വൃത്തിയാക്കി വെക്കാൻ അറിയണം. എല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കാൻ ഒരു ശ്രമം നടത്തി വെക്കൂ, വീര്യത്തോടു കൂടി. കുട്ടികളെയും വിളിച്ചോളൂ വേണമെങ്കിൽ. അമ്മ അവിടെ അടുക്കളയിൽ, അമ്മ അതൊക്കെ ഉണ്ടാക്കട്ടെ, വരും മക്കളെ നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. എന്താ വെച്ചാ വൃത്തിയാക്കുന്നത്? ആദ്യം നമുക്ക് നമ്മുടെ അലമാര വൃത്തിയാക്കാം. ശരി. അലമാരയുടെ ഉള്ളിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തു വെച്ചു. ഓരോന്നും അടുക്കി ഓരോന്നിനെ ഓരോ വിഭാഗങ്ങളാക്കി തിരിച്ചു വെച്ചു. ചില വീടുകളിലൊക്കെ അങ്ങനെയായിരിക്കും. ചില വീട്ടിൽ ഇതൊക്കെ മൊത്തത്തിൽ ഉള്ളിലായിരിക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തെരഞ്ഞെടുക്കണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ റെഡിയാക്കിയൊക്കെ വൃത്തിയാക്കി വെച്ചാൽ തന്നെ എന്തൊരു സുഖമുണ്ട്. എല്ലാം ഒരു ഓർഡറായി. ഇങ്ങനെ ഓർഡറാക്കാൻ പുരുഷന്മാർക്ക് സഹായിക്കാൻ പറ്റും. വൃത്തിയാക്കാൻ ജനലും അതും ഇതും ഒക്കെ മാറാല തട്ടി എല്ലാം ചുറ്റോട് ചുറ്റും വീടിന്റെ ഒരുപാട് സമയമുണ്ടല്ലോ ഇപ്പൊ. വീര്യം, സഹവീര്യം കരവാവായി. ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, ഇത് വെറും ഇങ്ങനെ ആകെ കൂടെ ചെയ്യുന്നത് ഈ ടിവിയുടെ റിമോട്ട് ഞെക്കുക എന്നുള്ളത്, ചാനൽ മാറ്റാൻ വീര്യത്തോടു കൂടി മാറ്റുന്നു. അല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സഹവീര്യം. സ്വാമി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സഹവീര്യം കരവാവഹൈ. തേജസ്വി നാവധീതമസ്തു നൗ അധീതം തേജസ്വി അസ്തു. ഇതാണ് നൗ. വീണ്ടും നമുക്ക് രണ്ടുപേർക്കും, നമ്മൾ രണ്ടുപേരും അധീതം. അധീതം എന്ന് പറഞ്ഞാൽ അധ്യയനം ചെയ്തത്, പഠിച്ചത്. നമ്മൾ രണ്ടു കൂട്ടരും എന്തൊക്കെയാണോ പഠിച്ചത് അത് ഗുരുവും ശിഷ്യനും തീർച്ചയായിട്ടും ഇതിലുള്ളതാണ്. ഗുരു ശിഷ്യനും മാത്രമല്ല, നമ്മൾ എന്തൊക്കെ ഇവിടുന്ന് പഠിച്ചു. ഈ പ്രകൃതി തന്നെ ഏറ്റവും നല്ല പാഠപുസ്തകമാണ്. ഓരോ അനുഭവങ്ങൾ, ജീവിതാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പഠനത്തിന്റെ ഏറ്റവും വലുതല്ലേ യാത്ര. ഓരോ യാത്രകള്, അതുപോലെ തന്നെ ആളുകളുമായിട്ടുള്ള പരിചയപ്പെടലുകൾ, പുതിയ പല പല ആളുകളെ കാണുന്നു, പല പല ദേശങ്ങൾ. അവിടുന്നൊക്കെ എന്തൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നു നമ്മളെ ചുറ്റുപാട്. ഇതെല്ലാം എന്ത് വേണം? തേജസ്വി അസ്തു. ഇപ്പൊ തന്നെ ഈ കോവിഡ് നമ്മളെ എന്തൊക്കെ പഠിപ്പിച്ചു? ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സാമൂഹിക അകലം ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ ഒരുപാട് ഗുണം ഉണ്ടായിരുന്നു എന്നാ ഇപ്പൊ പലരും പറയുന്നു. മാസ്ക്, പലതും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ
പലതിനെ കുറിച്ചും നമുക്ക് അറിയാനുള്ള ജിജ്ഞാസ. ഓ നൗ അതീതം, നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്, ലഭിച്ചിട്ടുള്ള അറിവ്, അതുപോലെ മറ്റു പല എല്ലാം തന്നെ. എന്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്? അറിവ് തീർച്ചയായിട്ടും. നൗ അതീതം തേജസ്വി അസ്തു എന്നാണ്. അത് തേജസ്സുറ്റതായിരിക്കട്ടെ.